ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്ന് നമുക്ക് ചോറിൻ്റെ ഒപ്പമൊക്കെ കൂട്ടാൻ പറ്റിയ അടിപൊളി പുളിയിഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുണ്ടെങ്കിൽ നമുക്ക് കറീൻ്റെ ഒന്നും ആവശ്യമില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോയാലോ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചത്, ഇഞ്ചി ചതച്ചത്, മുന്തിരി, ഉലുവ. ഇത് ഉലുവ പൊടിച്ചതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ കറിവേപ്പില, വെല്ലം, കടുക്, നല്ലെണ്ണ, പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള പുളി വെള്ളത്തിലാട്ടോ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മൺചട്ടിയാട്ടോ വെച്ചിരിക്കുന്നത്. മൺചട്ടി ചൂടായ ശേഷം നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണ ഒഴിക്കുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഈ പുളിയിഞ്ചി കേട് വരാതെ ഒരുപാട് കാലം ഇരിക്കാനാട്ടോ നല്ലെണ്ണ ഉപയോഗിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായ ശേഷം നമുക്ക് കടുക് ഇടാം. കടുക് പൊട്ടിയ ശേഷം കറിവേപ്പിലും കൂടി ഇതിൽ ആഡാക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇഞ്ചി ചതച്ചതും കൂടി ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമുക്ക് പച്ചമുളകും കൂടി ഇതിലോട്ടിടാം. പിന്നീട് വീണ്ടും നല്ലോണം മിക്സ് ചെയ്തെടുക്കണേ. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റാണ്. അതും കൂടി ഇതിലോട്ട് ഇട്ട ശേഷം നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതിന് ആവശ്യമുള്ള മസാലപ്പൊടികളാണ്. അത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. വേറെ പൊടികളൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഇതൊക്കെ ഇട്ടിട്ട് വീണ്ടും നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ വീണ്ടും നല്ലോണം മിക്സ് ചെയ്തെടുക്കണേ. പിന്നെ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളിയും കൂടി ഇതിലോട്ട് ആഡ് ആക്കാം. ഞാൻ വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇത് അരിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണേ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം. പുളിവെള്ളം ഒഴിച്ച ശേഷം നമുക്ക് ഉപ്പ് ചേർക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ മുന്തിരിയാണ് ചേർക്കുന്നത്. അതിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. പിന്നെ 3 വെല്ലമാട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഉലുവ പൊടിച്ചതും. ഇതൊക്കെയാണ് നമ്മൾ ലാസ്റ്റായിട്ട് പുളിവെള്ളം വീറ്റിയ ശേഷം നമ്മൾ ചേർക്കേണ്ട സാധനങ്ങൾ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പുളിവെള്ളം വീറ്റിയ ശേഷം ഉപ്പിടുക. എന്നിട്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഉപ്പ് പാകത്തിനുള്ള ഉപ്പിൻ്റെ കണക്ക് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് നല്ലോണം തിളക്കാൻ വെക്കണം കേട്ടോ. നല്ല തിളച്ച് വന്ന് പറഞ്ഞാൽ ഇതൊന്നും കുറുകി കിട്ടണം. ചിലവർ ഇതിൽ അരിപ്പൊടി ചേർക്കാറുണ്ട്. ഞാനിവിടെ അരിപ്പൊടി ചേർക്കുന്നില്ല. അപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ് കേട്ടോ. ഇനി ഇത് തണുക്കുമ്പോൾ തന്നെ ഇത് കുറുകി കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. നമുക്ക് കറീൻ്റെ ഒന്നും ആവശ്യമില്ല, വീട്ടിൽ തന്നെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുവേ. ഒരുപാട് എരിവും ഇല്ല, ഒരുപാട് പുളിപ്പും ഇല്ലാണ്ട് പാകത്തിനുള്ള നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ഫ്രണ്ട്സ്.